Ladies and gentlemen, welcome back to Hirehood. Guys, ഇന്നത്തെ വീഡിയോ as you see in the thumbnail, carer visa in Ireland അല്ലെങ്കിൽ carer visa 2023 ഇപ്പോഴും ഇത് വാലിഡ് ആണോ, ആൾക്കാർ വരുന്നുണ്ടോ, ഇതിനെപ്പറ്റി എത്ര എക്സ്പെൻസസ് ആവും, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്, അതുപോലെ എന്തുമാത്രം സ്കാംസ് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി റിക്വസ്റ്റ് ചെയ്ത് വൺ ഓഫ് അവർ സബ്സ്ക്രൈബർ റീച്ച്ഡ് ഔട്ട് ടു us asking all these questions. So I have actually clarified the question. Then I thought, okay, this is a fantastic content which I need to create because എല്ലാവരും പോസിറ്റീവ്സ് മാത്രമേ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുള്ളൂ. I need to give you a complete transparent informative ആയിട്ടുള്ള വീഡിയോ വിച്ച് യു ക്യാൻ മേക്ക് എ ഇൻഫോംഡ് ഡിസിഷൻ വെദർ ടു ചൂസ് ദിസ് പാത്ത് നോട്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ക്ലോസ് ടു 250-300 വീഡിയോസോളം നമ്മൾ ഈ ചാനൽ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന പ്രൊഫഷണൽ ആയാലോ അല്ലെങ്കിൽ അയർലൻഡ് UK പോലത്തെ കൺട്രീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലോ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ന്യൂവർ ഓപ്ഷൻസ് അല്ലെങ്കിൽ പുതിയ വിസ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ് ഹയർഹുഡ്. സോ ഗൈസ്, വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ജംപ് ഇൻടു ടുഡേയ്സ് വീഡിയോ. ടുഡേയ്സ് ടോപ്പിക് ഇസ് carer visa. നിങ്ങളെല്ലാവരും ലാസ്റ്റ് 2 years ആയിട്ട് കേൾക്കുന്നൊരു ടോപ്പിക്കാണ് carer visa. UK, അയർലൻഡ്, ഇപ്പം പുതിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ carer visa ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻസ് പുറകാലമുള്ള വീഡിയോസ് ഞാൻ തരുന്നതായിരിക്കും. ഇപ്പം കറൻ്റ്ലി സംസാരിക്കാൻ വന്നത് UK ആൻഡ് അയർലൻഡ്, എസ്പെഷ്യലി അയർലൻഡിലോട്ടുള്ള carer visa പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്, കുറേ വട്ടം OET എഴുതി ഇല്ലെങ്കിൽ IELTS എഴുതിയിട്ട് നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിലേക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ carer visa എന്നൊരു ഓപ്ഷൻ ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ആ ഒരു വിസ കാറ്റഗറിയിൽ ഏകദേശം കുറേ കാൻഡിഡേറ്റ്സ് ഇവിടെ പല ഏജൻസീസ് വഴി വരികയും ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നല്ലേ പറ്റത്തുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ് റൂട്ട്. പിന്നെ ഒത്തിരി സ്കാംസ് നടക്കുന്നുണ്ട്. സോ ലെറ്റ് മീ ആക്ച്വലി ബ്രേക്ക് ദിസ് ഡൗൺ വീഡിയോ ഇൻ ടു ഫ്യൂ ചെറിയ പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ യു ഷുഡ് നോ or you should get a better idea what exactly entails to come here and work as a healthcare assistant. Without further ado, let's jump into the video. So first thing first എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ carer visa എന്തുവാണ്, carer ജോലി എന്തുവാണെന്നുള്ള അറിഞ്ഞിരിക്കണം. മിക്കവാറും നിങ്ങളിത് വീഡിയോസിൻ്റെ അകത്ത് കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ നഴ്സിൻ്റെ അസിസ്റ്റൻ്റ് ആണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നഴ്സിംഗ് ഹോംസോ ഹോസ്പിറ്റൽസിലോ നഴ്സുമാർക്ക് നഴ്സസിൻ്റെ റോളുണ്ട്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു റോളാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ. അവരുടെ തൊട്ട് താഴെയുള്ള റോളാണ്. അത് പല രീതി വരും. ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന റോളുകളുണ്ട്, MTA മൾട്ടി ടാസ്ക് അറ്റൻഡൻസ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതുപോലെ കെയറേഴ്സിൻ്റെ പല സെക്ഷൻസ് ഉണ്ട്. സാധാ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വിത്ത് ലീസ്റ്റ് എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് 1 year 6 months എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് റോളിലോട്ട് കയറുന്നത്. അതിൻ്റെ അകത്തൊന്ന് മേളിലോട്ടുള്ള ആൾക്കാർക്ക് സീനിയർ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വീസ എന്ന് പറയുന്നത്. ഈ സീനിയർ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വീസ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വീസ ഇപ്പം ഇൻ്റർനാഷണലി കാൻഡിഡേറ്റ്സിനെ ബിക്കോസ് ഓഫ് എ മാസീവ് ഷോർട്ടേജ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇല്ലെന്ന് ഈ പറയുന്ന ചില കൗണ്ടികളിൽ അക്യൂട്ട് ഷോർട്ടേജ് ഉണ്ട്. ഈ പറയുന്ന ലോ പെയ്ഡ് ജോബ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കിട്ടാറില്ല. അപ്പം കഴിഞ്ഞ 2 വർഷം മുമ്പേ ഗവൺമെൻറ് അല്ലെങ്കിൽ ഹാസ് ആക്ച്വലി ആഡഡ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വീസ ഇൻ ടു ജനറൽ വർക്ക് പെർമിറ്റ് കാറ്റഗറി. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി വീഡിയോസ് എൻ്റെ ഫോളോ ചെയ്യുന്നുണ്ട്. യു നോ വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് ആൻഡ് എ ജനറൽ വർക്ക് പെർമിറ്റ്. ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് ക്രിട്ടിക്കലി ഷോർട്ടായിട്ട് ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് സർട്ടൺ ഓക്കുപ്പേഷൻസ് ആണ് ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിനകത്ത് വരുന്നത്. ജനറൽ വർക്ക് പെർമിറ്റ് ഓൺ ദ അതർ ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഓഫ് സ്റ്റാഫ് ആണ്, പക്ഷേ എന്നാലും ക്രിട്ടിക്കലി ഷോർട്ട് അല്ല. സോ ദേ ഹാവ് ആഡഡ് ദോസ് സർട്ടൺ റോൾസ് ഇൻ ടു ജനറൽ വർക്ക് പെർമിറ്റ് കാറ്റഗറി. അതിൻ്റെ അകത്ത് വരുന്നതാണ് ജനറൽ വർക്ക് പെർമിറ്റ് കാറ്റഗറിക്ക് അകത്ത് വരുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ വീസ. സോ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഇനി ഡെപ്തിലോട്ട് പോകുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ആകെ ക്വാളിഫൈ ആണെങ്കിൽ ഒരു എംപ്ലോയറിന് ഇത് ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ദർ ആർ സർട്ടൺ ക്രൈറ്റീരിയസ് ദാറ്റ് an employer has to meet and an employee has to meet. എംപ്ലോയറിൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അക്യൂട്ട്ലി ഷോർട്ട് ആണോ എന്നുള്ളത് ദേ ഹാവ് ടു പ്രൂവ്. എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? അത് ലേബർ മാർക്കറ്റ് നീഡ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ട്. അത് അവർ ആ ഒരു കാറ്റഗറിയിലെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ദേ ക്യാൻ ആക്ച്വലി ആക്റ്റീവ്ലി റിക്രൂട്ട് ആൻ ഓവർസീസ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഇൻ ടു ദ കൺട്രി. മനസ്സിലായി? അതിൻ്റെ അകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു അഡ്വർടൈസ് ദ ജോബ്സ് അയർലൻഡ് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് അവർ ഏകദേശം 4 ആഴ്ച അഡ്വർടൈസ് ചെയ്യണം. നാഷണൽ ന്യൂസ് പേപ്പറിൽ 3 ദിവസം അവർ അഡ്വർടൈസ് ചെയ്യണം. ഇതെല്ലാം അഡ്വർടൈസ് ചെയ്തിട്ട് അവർക്ക് എന്നിട്ടും ലോക്കൽ കാൻഡിഡേറ്റ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തപ്പോൾ മാത്രമേ അവർക്ക് ഇൻ്റർനാഷണലി ജനറൽ വർക്ക് പെർമിറ്റിൽ കെയർമാരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് ഈ പറയുന്ന നമ്മൾ എസ്പെഷ്യലി പ്രൊഫഷണൽസ് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിന് ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സ്പെസിഫിക് ക്രൈറ്റീരിയസ് കൊടുത്തിട്ടില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അഗൈൻ ഓൺ ദ ഇൻഡിവിജ്വൽ എംപ്ലോയേഴ്സ്. സർട്ടൺ എംപ്ലോയേഴ്സ് ഓൺലി പ്രിഫർ നഴ്സസ്.
ബിക്കോസ് നഴ്സിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളെ ആകുമ്പോഴത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ പെട്ടെന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് ഇവരുടെ വർക്ക് ഫോഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ മെജോറിറ്റി ഓഫ് ദ എംപ്ലോയേഴ്സ് പ്രിഫർ കാൻഡിഡേറ്റ്സ് വിത്ത് സം സോർട്ട് ഓഫ് ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട്. ഇത് നഴ്സസ് ഈ പറയുന്ന ബാക്കിയുള്ള ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ചില എംപ്ലോയർമാർ നോക്കുന്നത് ഡു ദേ ഹാവ് എ ഗുഡ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി എസ്പെഷ്യലി ഡ്യൂറിങ് ഇൻ്റർവ്യൂസ്. ദേ മൈറ്റ് ലുക്ക് ഓക്കെ ഈസ് ദ കാൻഡിഡേറ്റ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ വിത്ത് മീ. അപ്പം ഇവിടെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ, ഓക്കെ IELTSൻ്റെ സ്കോർ 7 വേണമെന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും വെർബലി എല്ലാം റിട്ടൺ റൈറ്റിംഗ് സ്കിൽസ് ആയാലും എല്ലാം അത് ഒരു സബ് പാർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് അവർ ഗേജ് ചെയ്യും. അതിപ്പം നിങ്ങൾക്ക് OET അല്ലെങ്കിൽ IELTS സ്കോർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു 6-7 മാർക്ക് അല്ലെങ്കിൽ 6.5 ഒക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ OET അല്ലെങ്കിൽ C+ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്ലൈ. സോ അതാണ് 2 ക്രൈറ്റീരിയസ്. ആൻഡ് ഈ 2 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജനറൽ വർക്ക് പെർമിറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഈ ജനറൽ വർക്ക് പെർമിറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഈസ് ഓൺലി €1,000. ഇത് ദ എംപ്ലോയർ ഓർ ദ എംപ്ലോയി ഹാസ് ടു ബെയർ ദ എക്സ്പെൻസസ്. €1,000 ആണ് നമ്മൾ ജനറൽ വർക്ക് പെർമിറ്റിന് ആപ്ലിക്കേഷൻ്റെ ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ എംപ്ലോയർ അഡ്വർടൈസ് ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റിനെ ഫൈൻഡ് ചെയ്തു ദേ ഹാവ് ടു പേ €1,000 ആൻഡ് ദേ ഹാവ് ടു പ്രോസസ് ദ ആപ്ലിക്കേഷൻ പ്രോസസ്. ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മൈ ടേക്ക് അറൗണ്ട് 6 to 8 വീക്സ്. ജനറൽ റൂൾ ഓഫ് തമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 to 8 വീക്സ് എങ്ങനെ പോലും എടുക്കും നിങ്ങളുടെ ആ ഒരു പെർമിറ്റ് ഫുൾ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വരാൻ വേണ്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടേക്കിംഗ് എ വിസ ആൻഡ് കം ടു അയർലൻഡ്, ദെൻ സ്റ്റാർട്ട് വർക്കിംഗ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയാൻ വേണ്ടി. ഇനിയുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് എംപ്ലോയറിന് വേറൊരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഈ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരുമ്പോൾ ദേ ഹാവ് ടു പേ €28,000 ആസ് എൻ ആനുവൽ സാലറി. €28,000 ആണ് ആനുവൽ സാലറി, എ മിനിമം പേയ്മെൻറ്റ് ദേ ഹാവ് ടു മേക്ക്. അതിപ്പം നമ്മൾ ആ ജനറൽ വർക്ക് പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനകത്ത് ചോദിക്കും വാട്ട്സ് ദ റിന്യൂമറേഷൻ പെർ വീക്ക് എത്രയാണ് റിന്യൂമറേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ആനുവലി നോക്കുമ്പോഴത്തേക്ക് ദേ ഹാവ് ടു മീറ്റ് അറ്റ്ലീസ്റ്റ് €28,000 ഇൻ ഓർഡർ ടു ക്വാളിഫൈ ഈ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരിക. അത് പോയിന്റ് നമ്പർ 1 നിങ്ങൾ നോട്ട് ചെയ്തല്ലോ. പറ്റും €28,000 ഒരു എംപ്ലോയർ പേ ചെയ്യണം. ഏകദേശം €28,000 നിങ്ങൾ 12 മന്ത്സിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് €2,300 ആണ് ബിഫോർ ടാക്സ് നിങ്ങൾക്ക് പേയ്മെൻ്റ് ആയിട്ട് employer has to give. അതാണ് സ്റ്റാൻഡേർഡ് കാറ്റഗറി. ദേ ഹാവ് ടു മീറ്റ് ദാറ്റ് കാറ്റഗറി ഇൻ ഓർഡർ ടു ക്വാളിഫൈ ഫോർ എ ജനറൽ വർക്ക് പെർമിറ്റ്. അത് മനസ്സിലായി കാണുമല്ലോ. €2,300 ബിഫോർ ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടാക്സ് ലയബിലിറ്റി ഫോർ എ എംപ്ലോയി നിങ്ങൾക്ക് ഈ 2,300 പേ ചെയ്യുമ്പോൾ €100 യു ഹാവ് ടു പേ ആസ് എ ടാക്സ്. അത് നമ്മൾ എല്ലാവരും ഈ പറയുന്ന ഏത് എംപ്ലോയീസ് ആയാലും എനിവൺ ഹൂ വർക്ക്സ് ലീഗലി ഇൻ അയർലൻഡ് ദേ ഹാവ് ടു പേ ടാക്സ്. അതിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചകളും ഇല്ല. അത് എംപ്ലോയർ നിങ്ങൾക്ക് പേ സ്ലിപ്പ് റൺ ചെയ്ത് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ് എടുക്കും അറൗണ്ട് €300. അതിനുള്ള വണ്ടർഫുൾ ആയിട്ടുള്ളൊരു നിങ്ങളുടെ ടാക്സ് എത്ര ആകും, നിങ്ങൾക്ക് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നിങ്ങളുടെ ആഫ്റ്റർ ടാക്സ് ടേക്ക് ഹോം പേ എത്ര ഉള്ള ഫെൻറ്റാസ്റ്റിക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, salaryaftertax.com എന്നിട്ട്. അതിൻ്റെ അകത്തൊന്ന് കയറിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, നിങ്ങളൊന്ന് നോക്കുക. അതിൻ്റെ അകത്ത് കയറിയിട്ട് ജസ്റ്റ് ടൈപ്പ് ഇൻ 28,000 per annum. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ കിട്ടും. വീക്ക്ലി എത്രയാണ്, മന്ത്ലി എത്രയാണ്, ബൈ വീക്ക്ലി എത്ര നിങ്ങൾക്ക് ടേക്ക് ഹോം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ആ വെബ്സൈറ്റിൽ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് ജസ്റ്റ് ഫോർ എ റെഫറൻസ് പർപ്പസസ്. സോ വാട്ട് വി ഹാവ് ടു സേ ഈസ് നിങ്ങൾക്ക് ടാക്സിന് ശേഷം €2,000 ആണ് കൈ കിട്ടാൻ പോകുന്നത്. ഈ €2,000 കൊണ്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബിൽസ്, യുവർ അക്കോമഡേഷൻ, ഈ പറയുന്ന പോലെ നിങ്ങളുടെ കംപ്ലീറ്റ്ലി ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ്, ഫോൺ, ട്രാവൽ, യുവർ ഫുഡ് എക്സ്പെൻസസ് ഹാസ് ടു ബി മെറ്റ് വിത്തിൻ ദ €2,000. ഈ €2,000 എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നമ്മൾ ഉടനെ കാൽക്കുലേറ്റർ ഇട്ട് കണക്കൂട്ടും. €85 ഉണ്ട് ഇപ്പം നാട്ടിലെ കാൽക്കുലേഷൻ വെച്ചിട്ട്. സോ ഇറ്റ് വിൽ ബി അറൗണ്ട് 1.5 1.6 lakhs നമുക്ക് ആക്ച്വൽ പെർ മന്ത് സാലറി ആഫ്റ്റർ ടാക്സ് കിട്ടുന്നത്. 1.6 lakhs അകത്തുനിന്ന് വാട്ട് യു ഹാവ് ടു ലുക്ക് ഇസ് ഹൗ മച്ച് യു ക്യാൻ സേവ്. അതായത് നമ്മൾ ഇപ്പോൾ ഈ എക്സ്പെൻസസ് ഇപ്പം പല ഏജൻസികൾ ഹേർഡ് സർട്ടൺ ഏജൻസീസ് ആർ ചാർജിങ് അപ് ടു 10 lakhs. 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ചില കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന പോലെ കേരള വിസയ്ക്ക് വരുന്നത്. ഈ 10 ലക്ഷം രൂപ കൊടുത്ത് വരുമ്പം യു ഹാവ് ടു തിങ്ക്, എ റെസ്പോൺസിബിൾ കാൻഡിഡേറ്റ് യു ഹാവ് ടു തിങ്ക്, നിങ്ങൾക്കിത് ഈ 10 lakh rupees നിങ്ങൾക്ക് ലോൺ എടുത്തോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ലിക്വിഡ് ക്യാഷ് കാണുമായിരിക്കും, 10 lakh rupees കൊടുത്ത് നിങ്ങളിങ്ങോട്ട് വരുമ്പം ഹൗ മെനി ഇയേഴ്സ് ഓർ ഹൗ മെനി മന്ത്സ് ഇറ്റ് വിൽ ടേക്ക് ടു റീകൂപ്പ് ദ മണി ബാക്ക്. അപ്പം 10 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എത്ര നാൾ എടുക്കും അത് തിരിച്ചെടുക്കാൻ വേണ്ടി. അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സോ €2,000 ആണ് ആക്ച്വലി ഉള്ള ഒരു സാലറി ആഫ്റ്റർ ടാക്സ്. സോ നിങ്ങളിപ്പോൾ സിംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ഉള്ള ആളായിരിക്കും. അപ്പം ഇങ്ങോട്ട് വരുമ്പം നിങ്ങൾക്ക് ഈ ജനറൽ വർക്ക് പെർമിറ്റിൽ നിങ്ങൾക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഫാമിലി കൊണ്ടുവരാൻ പറ്റത്തില്ല ഫോർ എ പീരീഡ് ഓഫ് 12 months. 12 monthsന് ശേഷം മാത്രമേ ഫാമിലി റീയൂണിഫിക്കേഷൻ ജനറൽ വർക്ക് പെർമിറ്റുകാർക്ക് കൊടുക്കത്തുള്ളൂ.
ആ സമയത്ത് ക്രിട്ടിക്കൽ സ്കിൽസ് എന്ന് വെച്ചാൽ ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ആ സമയത്ത് ജനറൽ വർക്ക് പെർമിറ്റ് യു ഹാവ് ടു വെയിറ്റ് എ പീരീഡ് ഓഫ് 12 months, ദെൻ ഓൺലി യു ക്യാൻ അപ്ലൈ ഫോർ എ ഫാമിലി റീയൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി വിസ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്തൊരു ഒരു ക്ലോസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാമ്പ് 3 എന്നൊരു കാറ്റഗറി വരത്തുള്ളൂ. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാമ്പ്സിനെ പറ്റി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ടൈപ്സ് ഓഫ് വീസസ് ഇൻ അയർലൻഡ് നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് കാണാൻ ഡിഫറെൻറ്റ് സ്റ്റാമ്പ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഇവിടെ വരുവാണെങ്കിൽ, ഇപ്പോൾ ജനറൽ വർക്ക് പെർമിറ്റ് ഒരാളുടെ ഫാമിലി ഇവിടെ വരുവാണെങ്കിൽ വാട്ട് ദേ വിൽ ഗെറ്റ് ഇസ് ദേ വിൽ ഓൺലി ഗെറ്റ് സ്റ്റാമ്പ് 3. സ്റ്റാമ്പ് 3 എന്നൊരു കാറ്റഗറി കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊരു കാര്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് 2000 euro നിങ്ങളുടെ പെർ മന്ത് ഇൻകം എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ്. സോ ഈ 2000 euro ഫസ്റ്റ് തിങ് യു ഹാവ് ടു യു ലുക്ക് ഇസ് നിങ്ങളുടെ ബിൽസ് എല്ലാം അടഞ്ഞു പോകുന്നുണ്ടോ, are you able to sustain on that 2000 euro, and then how much you can save, because a large chunk of money 10 lakhs you have already paid, or your expenditures are ഇതിന് ഇങ്ങോട്ട് വരുന്നതിനുള്ള എക്സ്പെൻഡിച്ചേഴ്സ് നിങ്ങൾ പല ചിലവുകൾ കാരണം 10 lakhsോളം ചിലവായിട്ടുണ്ടെങ്കിൽ how much time it will take for it to recoup. ഈ പൈസ കൊണ്ട് നിങ്ങൾ എത്ര സേവ് ചെയ്തല്ലാണ് നിങ്ങൾക്ക് അത് റീകൂപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഏബിൾ ടു ആക്ച്വലി സേവ് 50,000, which is a fantastic money, I would say. 50,000 നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി it will take more than 20 months to actually pay the principal and the interest. ഇൻട്രസ്റ്റ് ഒക്കെ 10-24 മാസം കൊണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. ബട്ട് യു ഹാവ് ടു കൺസിസ്റ്റൻ്റ്ലി ഗെറ്റ് 50,000 റുപ്പീസ് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ആ ഒരു വന്ന ചിലവും അതിൻ്റെ പലിശ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അതല്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തൊക്കെയാണ് ജനറൽ വർക്ക് പെർമിറ്റിൻ്റെ ക്രൈറ്റീരിയാസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് എന്ന് വെച്ചാൽ വാട്ട്സ് യു ടേക്ക് ഹോം പേ, ഇല്ലെന്ന് സാലറി എത്രയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇനി നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇതിനെപ്പറ്റി ഇൻഡെപ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് nambio.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ ടൈപ്പ് ഇൻ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഏത് സിറ്റിയാണ്, പല സിറ്റീസ് ഉണ്ട്. ഡബ്ലിൻ, കോർക്ക്, ഗോൾവേ, ലിംറിക്, ലെറ്റർഗനി, വാട്ടർഫോർഡ്, ഇങ്ങനെ പല സിറ്റീസ് ഉണ്ട്. ഈ സിറ്റീസിലുള്ള ആക്ച്വൽ എക്സ്പെൻഡിച്ചർ, അതായത് ഒരു കാർട്ടൺ ഓഫ് മിൽക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് മേടിക്കുന്നതിന് എത്ര രൂപയാണെന്നുള്ള കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ nambio.com-ൻ്റെ അകത്ത് നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ഗൈസ്, ബിക്കോസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ട്രൈങ് ടു എഡ്യൂക്കേറ്റ് യു ഗൈസ്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് എടുത്ത് കയറാൻ. ബിക്കോസ് ദർ പ്രോസ് ആസ് വെൽ ആസ് കോൺസ് ടു ദ കെയർ വിസ. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനാണല്ലോ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ഇരുന്ന് nambio.com നോക്കുക, സാലറി ആഫ്റ്റർ ടാക്സ് നോക്കുക, ഗവൺമെൻറ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇട്ടേക്കുക, അതിനകത്ത് കയറി നോക്കുക, എന്തുവായി ജനറൽ വർക്ക് പെർമിറ്റ് എന്നൊന്ന് മനസ്സിലാക്കുക, എന്നിട്ടേ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. വാട്ട് എവർ ദ ഡിസിഷൻ ഇസ്, എൻഡ് ഓഫ് ദ ഡേ ദർ ഇസ് നോ വൺ ടു ബ്ലെയിം, ഇറ്റ്സ് ഓൺലി യു. എക്സ്പെൻസസിൻ്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വൺ ലൈനർ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അയർലൻഡ് ഇസ് എ സെക്കൻഡ് എക്സ്പെൻസീവ് കൺട്രി ഇൻ ദ വെസ്റ്റേൺ യൂറോപ്പ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഡേ ബൈ ഡേ ഇൻഫ്ലേഷൻ കാരണം പ്രൈസസ് ആർ ഗോയിങ് അപ്പ്. ഈവൻ 1 liter of fuel, how it used to cost is like twice or like സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് ആയിട്ടുണ്ട്. നേരത്തെ €1 19 സെൻറ്റിന് നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പെട്രോൾ അടിച്ചുകൊണ്ട് ഇപ്പോൾ ഏകദേശം €1 60, 70, 80 സെൻറ്റ്സ് വരെയായി. സോ ദർ ഈസ് എ റിമാർക്കബിൾ ഇൻക്രീസ് ഇൻ ദ പ്രൈസസ്. അത് ബേസിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയ പെട്രോളിൻ്റെ പ്രൈസസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ബ്രെഡിൻ്റെ പ്രൈസ് ആയാലും എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ദ ഫ്യൂവൽ കോസ്റ്റ്, ബിക്കോസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, എവറിത്തിങ് ഈസ് ഇൻവോൾവ്. സോ വാട്ട് യു ഹാവ് ടു ഫണ്ടമെൻ്റലി അണ്ടർസ്റ്റാൻഡ് ഇസ് ഇറ്റ്സ് നോട്ട് ആസ് ഇറ്റ് യൂസ് ടു ബി 2 years ago. 2 വർഷം മുമ്പേ നിങ്ങൾക്ക് €2,000 അല്ലെങ്കിൽ ഇത്ര ഒരു സർട്ടൺ റവന്യൂവിൻ്റെ അകത്ത് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു നിങ്ങളുടെ സർട്ടൺ ഗോൾസ്, അല്ലെങ്കിൽ എക്സ്പെൻസസ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതേ രീതിയിലല്ല ഇപ്പോൾ ഉള്ളത്. ഇറ്റ് ഹാസ് ആക്ച്വലി ചേഞ്ച്ഡ് എ ലോട്ട്. സോ ബട്ട് അവർ സാലറി റിമെയിൻസ് ദ സെയിം. ഈ പറയുന്ന €2,000 അല്ലെങ്കിൽ €2,300 എന്ന് വെച്ചാൽ ഇറ്റ്സ് റിമെയിൻസ് ദ സെയിം. ദർ ഇസ് നോ റിമാർക്കബിൾ ഇൻക്രീസ് ആഫ്റ്റർ എ ഇയർ ഓർ 2. അത് നിങ്ങൾ മനസ്സിലാക്കിയാലേ പറ്റും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വിസയിലേക്ക് ആൾക്കാർ ഈ പറയുന്ന പോലെ എംപ്ലോയേഴ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ദർ ആർ 2 reasons. Actually, there are 2 reasons why they are not getting active candidates in the market. ഇപ്പം നിങ്ങളൊരു 2 നഴ്സിംഗ് ഹോംസ് ഒക്കെ, നഴ്സിംഗ് ഹോം എ, നഴ്സിംഗ് ഹോം ബി. ഓക്കെ, നഴ്സിംഗ് ഹോം എ ഈസ് ആക്ച്വലി ഇൻ ദ സിറ്റി, നല്ലൊരു ലൊക്കേഷനിലാണ്. അതുകൂടാതെ നല്ല റെപ്യൂട്ടേഷനുള്ള ഒരു നഴ്സിംഗ് ഹോമാണ് അത് നഴ്സിംഗ് ഹോം എ. നഴ്സിംഗ് ഹോം ബി എന്ന് വെച്ചാൽ ഭയങ്കര റിമോട്ടായിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ബാഡ് റെപ്യൂട്ടേഷനുള്ള നഴ്സിംഗ് ഹോമാണ്. അപ്പം നഴ്സിംഗ് ഹോം, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ലോക്കലി ഉള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ വിച്ച് വിൽ അപ്പീൽ മീ? nursing home A, because end of the day it has a good reputation, or it's in a very accessible state-ലാണ് ആ നഴ്സിംഗ് ഹോം ഇരിക്കുന്നത്. ഓക്കെ, വർക്ക് കണ്ടീഷൻസ് അത്ര സുഖമില്ലേ പോലും എനിക്ക് എത്തിപ്പെടാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ജോലി വേണം, എനിക്ക് അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ സിറ്റി ലിമിറ്റ്സിൽ തന്നെയാണ്, എനിക്ക് ട്രാവൽ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടില്ല. ഐ വിൽ ചൂസ് ഓപ്ഷൻ എ. വേറെ ഓപ്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാർ റിമോട്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നഴ്സിംഗ് ഹോംസിൻ്റെ
റെപ്യൂട്ടേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ വർക്ക് കൾച്ചർ വർക്ക് എൻവയൺമെൻറ്റ് ശരിയല്ലായിരിക്കും. സോ അന്നേരം വരുമ്പോഴത്തേക്ക് ഐ വുഡ് നോട്ട് ചൂസ് ഓപ്ഷൻ ബി, ബിക്കോസ് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റക്കായി എനിക്കത് പിന്നീട് വേറെ പ്രശ്നങ്ങളുണ്ടായേക്കാം. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ദ എൻഡ് ഇസ് ഈ എംപ്ലോയറിന് ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ആക്ച്വലി ഫൈൻഡ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ആരും അപ്ലൈ ചെയ്യാതെ വരും. അങ്ങനെയാണ് ഇവർ ഈ മാർക്കറ്റ് നീഡ്സ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ദേ വിൽ ഗെറ്റ് ക്വാളിഫൈഡ് ആൻഡ് ദെൻ ദേ ക്യാൻ ബ്രിങ് ഓവർസീസ് കാൻഡിഡേറ്റ്സ്. അങ്ങനെയാണ് അവർ ഈ ഓവർസീസ് കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരുന്നത്. സോ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലായി എന്തുകൊണ്ട് ഇവിടെ മൊത്തം എടുത്ത് അക്യൂട്ട് ഷോർട്ടേജ് ആണോ? അല്ല. എല്ലാ എംപ്ലോയീസും ഷോർട്ടാണോ? അല്ല. നല്ല റെപ്യൂട്ടേഷനും നല്ല ഈ പറയുന്ന പോലെ നല്ല ലൊക്കേഷനിലുള്ള നഴ്സിംഗ് ഹോംസ് ദേ ആർ റെയർലി ഷോർട്ട് ഓഫ് സ്റ്റാഫ്. വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് റിമോട്ട് ആയിട്ടുള്ള പ്ലേസസിൽ എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ അക്കോമഡേഷൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് വർക്ക് എൻവയൺമെൻറ്റ് പൂർ ആയിട്ടുള്ള സ്ഥലത്ത് ഡെഫിനറ്റ്ലി ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ലോക്കൽ സ്കിൽഡ് വർക്കേഴ്സ്. അന്നേരമാണ് നമ്മൾ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ കിട്ടി എന്താണ് ജനറൽ വർക്ക് പെർമിറ്റ്. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഹൗ മച്ച് യു ക്യാൻ ഏൺ, what are the expenses, and why are these certain employers finding it hard to actually bring overseas candidates. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇച്ചിരി ഡീപ്പായിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പം സ്കാം ആണോ? പല ഏജൻസികൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8-10 ലക്ഷം രൂപ കൊടുത്തിട്ടായി കാൻഡിഡേറ്റ്സ് കൊണ്ടുവരുന്നത്. ആക്ച്വൽ നമുക്ക് ഈ കോസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ തന്നെ €1000 നിങ്ങളുടെ ജനറൽ വർക്ക് പെർമിറ്റിനാവുന്നുള്ളൂ. സെക്കൻഡ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ പ്രോസസ്സിങ്ങിന് അറൗണ്ട് €250 ആവുമായിരിക്കും. പിന്നെ തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഇത്രയാണ്. പിന്നെ നിങ്ങളുടെ ഇനിഷ്യൽ അക്കോമഡേഷൻ ഇത്രയാണ് നിങ്ങളുടെ ഒരു ആക്ച്വൽ എക്സ്പെൻസസ് തന്നെ. അറൗണ്ട് €3,000 to €4,000 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെത്താനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാന്നുള്ളേ ഉള്ളൂ. സർട്ടൺ ഏജൻസീസ് അവരുടെ ആ ഒരു സർവീസ് ചാർജ് എല്ലാവരും ചേർത്തിട്ട് ഇറ്റ് മൈറ്റ് ഗോ സബ്സ്റ്റാൻഷ്യലി ഹയർ, 8 to 10 lakhs ഒക്കെ വരുന്നുണ്ട്. ഈ പീരീഡിൽ വന്ന ആൾക്കാർ കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തു, ചേട്ടാ എങ്ങനെയാലും എനിക്ക് ഈ എംപ്ലോയറിൻ്റെ അടുത്തൊന്ന് മാറാൻ പറ്റുമോ, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 6 മാസമായാലും ഭയങ്കര കഷ്ടപ്പാടാണ് അവിടെ, ഒന്നാമത്തെ കാര്യം എത്തിപ്പെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു വർക്ക് എൻവയൺമെൻറ്റ്, എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റുമോ 6 മാസം കഴിഞ്ഞിട്ട്? നോ, യു ഹാവ് ടു സ്ട്രിക്ട്ലി സ്റ്റേ ഫോർ പീരീഡ് ഓഫ് 12 months. ഈ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റിന് പറയുന്ന പോലെ തന്നെ ജനറൽ വർക്ക് പെർമിറ്റ് യു ഹാവ് ടു സ്റ്റേ ഫോർ എ പീരീഡ് ഓഫ് 12 months. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് എംപ്ലോയറിനെ മാറാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് വെച്ചാൽ ജനറൽ വർക്ക് പെർമിറ്റ് ഇനിഷ്യലി നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത് അപ് ടു 24 months, 2 yearsനാണ് നിങ്ങൾക്ക് ആ പെർമിറ്റ് അടിക്കുന്നത്. ഈ 2 yearsന് ശേഷം യു ഹാവ് എൻ ഓപ്ഷൻ ടു ആക്ച്വലി റിന്യൂ ഇറ്റ് ഫോർ അനദർ 3 years. അപ്പം നിങ്ങൾക്ക് ഈ എംപ്ലോയറിൻ്റെ അടുത്ത് വന്നു, അവിടെ വന്ന് 2 വർഷം നിന്നതിന് ശേഷം നിങ്ങൾക്ക് 2 വർഷം കഴിയാറാകുമ്പോൾ യു ഹാവ് ടു റീഅപ്രോച്ച് ദം ആൻഡ് ദെൻ ഇറ്റ്സ് ദെയർ ഡിസ്ക്രിപ്ഷൻ വെദർ ദേ ക്യാൻ ആക്ച്വലി റിന്യൂ ഇറ്റ് ഫോർ അനദർ 3 years. ഈ ടോട്ടൽ 5 year പീരീഡ് നിങ്ങൾ നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടേം റെസിഡൻസിയിലേക്ക് കിട്ടത്തുള്ളൂ. ഈ ലോങ് ടേം റെസിഡൻസി എന്തുവാന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗോ ആൻഡ് റെഫർ ഇറ്റ്. ലോങ് ടേം റെസിഡൻസിയുടെ ബെനിഫിറ്റ്സും ഈ പറയുന്ന പ്രോസ് ആൻഡ് കോൺസിനെ പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഗോ ആൻഡ് സീ ദീസ് വീഡിയോ ഗൈസ്, ബിക്കോസ് ഐ എം നോട്ട് ഗോയിങ് ടു സിറ്റ് ഹിയർ ആൻഡ് repeat the same thing again and again. You might know most of these things. So in order for you to qualify for a long term residency, you have to be on a consistent 5 year period la ninge general work permit ninengi maatrame ninge long term residency kittathullu. Okay, so these are the things that you have to think, okay, whether it's a good option for you to consider carer visa. ഇപ്പോൾ ഈ 2023-2024 നിങ്ങൾക്ക് അയർലൻഡിൽ വരണമെന്നുണ്ടെങ്കിൽ കെയർ വിസ നല്ല ഓപ്ഷൻ ആണോ? ബട്ട് വൺ തിങ് ഐ ഹാവ് ടു സേ ഇസ്, ഇഫ് യു ആർ എ നഴ്സ്, ഇഫ് യു ആർ ലിസ്ണിംഗ് ടു മൈ വീഡിയോ ആൻഡ് എവറി സിംഗിൾ ടൈം ഞാൻ നിങ്ങളോട് സ്ട്രെസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ ആകട്ടെ ഈ പറയുന്ന പോലെ കെയർ വിസയ്ക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഓക്കെ യു മൈറ്റ് ഹാവ് ട്രൈ 2 or 3 times OET ഇല്ലെങ്കിൽ IELTS ട്രൈ ചെയ്തിട്ടുണ്ട്. ഐ നോ എ ഫ്രണ്ട് ഹു വാസ് ആക്ച്വലി ട്രൈഡ് 8 times. 8 വട്ടം എഴുതിയിട്ടാണ് കക്ഷിക്ക് OET ക്ലിയർ ആയത്. What I asked him is, how is it possible? How are you keeping yourself motivated? ഈ 7-8 വട്ടം 3-4 എഴുതുമ്പോൾ തന്നെ നമ്മൾ ആകെപ്പാടെ ഡെസ്പായിപ്പോൾ നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വി ഹാവ് എ ലോട്ട് ഓഫ് സെൽഫ് ഡൗട്ട് ആൻഡ് ക്വസ്റ്റ്യൻസ് ഇൻ അവർ മൈൻഡ്. ബട്ട് വാട്ട് ഈസ് സെഡ് ടു മീ ശ്രീ, ഞാൻ അവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി ഒരു ജോബ് ഫൈൻഡ് ചെയ്ത് അവിടെ ചെന്ന് അതിൻ്റെ വിസയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ്. If I could actually crack this OET, I'll get a work permit, critical skills work permit, and then I can actually fly straight with a work permit in my hand. And the family ordane konduvam. So what I will always suggest you guys is in 2023-2024, if you're actually planning to come to Ireland, why don't you try your OET അല്ലെങ്കിൽ IELTS ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി പഠിച്ച് നോക്കുക. നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ക്രാക്കബിൾ. ബിക്കോസ് ഐ നോ പീപ്പിൾ ദോസ് ഹു ഹാവ് ഈ മലയാളം മീഡിയത്തിനോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്ന് വന്ന ഈ പറയുന്ന തമിഴായിട്ടുള്ള ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ദേ ഹാവ് വെരി ലിറ്റിൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ നാട്ടിലെ കൊച്ചിലെ തൊട്ട് ഇംഗ്ലീഷ് പഠിച്ച് വരുന്നതല്ല, വളരെ ഇംഗ്ലീഷ് ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാർ ദേ ഹാവ് ആക്ച്വലി ക്രാക്ഡ് OET ആൻഡ് ദേ
സക്സസ്ഫുള്ളി വർക്കിംഗ് ആസ് എ സ്റ്റാഫ് നഴ്സ്, നിങ്ങൾക്കിപ്പം 1 or 2, 3 ടൈംസ് എഴുതി നിങ്ങൾ ചെറിയ മാർക്സിനപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ അഗൈൻ, യു മൈറ്റ് ബി ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. സോ വാട്ട് ഐ ഹാവ് ടു സേ ടു യു ഗൈസ് ഇസ് ഗൈസ്, നിങ്ങൾ ആ ഇത്രയും പൈസ നിങ്ങൾ മുടക്കി വരുമ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് അത് റീകൂപ്പ് ചെയ്യണമെങ്കിൽ എത്ര നാൾ എടുക്കും? ഇതൊരു കടമ്പ തന്നെ. സോ യു ഹാവ് ടു നോ വെദർ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു റീകൂപ്പ്. സോ ഇഫ് പോസിബിൾ just do your homework and understand the basics of it. ഞാൻ കുറേ ലിങ്ക്സ് എന്തായാലും ഷെയർ ചെയ്തേക്കാം. Go through it, try to understand. If you have any questions or comments, just shoot down us a comment below. I'll try to address as much as possible. അടുത്ത വീഡിയോ കാണുന്നവരെ please don't forget like, share and subscribe. Until next time, Sri Nair signing off. Bye.